ദേശത്തും വിദേശത്തും ദൂരത്തും ചാരത്തും ഒക്കെയുമായി നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശമാണ്. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ സന്ദേശമാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. 33 തിരുവയസ്സിൽ ഭൂമി ജീവിച്ച് 30-ാം വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് ആമേൻ തൻ്റെ പരിശുദ്ധയുടെ അവസാനവും താൻ പിതാവിൻ്റെ അരക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ള ആ വിടവാങ്ങൽ സന്ദേശം ശിഷ്യന്മാർ കൊടുക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങളെല്ലാം എന്നെ വിട്ട് ചിതറിപ്പോകും, എന്നെ വിട്ടു പോകും, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകും, എന്നാൽ പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല എന്ന് ആമേൻ യേശു ക്രിസ്തു പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആമേൻ യേശു ക്രിസ്തു ക്രൂശ് മരണത്തിൻ്റെ സമയത്തും യേശുവിനെ വിട്ട് എല്ലാവരും ഓടിപ്പോയപ്പോൾ ആമേൻ യേശുവോട് ഒരു ഏകാന്തത അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ യേശു ക്രിസ്തു പറഞ്ഞതാണ്, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും എന്ന്. ആമേൻ. അതേ പ്രിയ സ്നേഹിത, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളും അതുപോലെ എല്ലാവരാലും കൈവിടപ്പെട്ട, എല്ലാവരാലും ഒറ്റപ്പെട്ട, ആരും ഒരു സഹായമില്ലാതെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തിക്കാതെ, നിങ്ങൾ ഏകനാണെന്നുള്ള ചിന്തയിൽ നിങ്ങൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, പിതാവായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ തളർച്ചയിൽ ആശ്വാസം തരാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പം ഏകാന്തത എന്ന് പറഞ്ഞാൽ അത് വിഷമം നിറഞ്ഞൊരു കാലഘട്ടമാണ്, വിഷമം നിറഞ്ഞൊരു അനുഭവമാണ്. മനുഷ്യൻ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യും, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും. എന്നാൽ ഏകാന്തത എന്ന് പറയുന്ന വിഷയങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഏകാന്തതയെ അതിജീവിക്കാൻ കഴിയാതാണ് പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്യുന്നത്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഏകാന്തത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് ആർക്കും പ്രത്യേകമായി വരുന്നതല്ല. സകല മനുഷ്യരും ഏതെങ്കിലും നിലയിൽ ഏകാന്തത അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഏകാന്തത അനുഭവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആമേൻ, ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിട്ട് ഓടിപ്പോയപ്പോഴും താൻ ഏകാന്തതയുടെ അനുഭവത്തിൽ വന്നപ്പോഴും ആ ഏകാന്തതൻ്റെ മനസ്സിനെ വിഷമപ്പെടുത്താതെ യേശു പറഞ്ഞ ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രായോഗികമായി കൊണ്ടുവരേണ്ടത്. പിതാവ് എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം കൂടെ പറയട്ടെ. ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ച അനവധി സമയങ്ങളുണ്ട്, ഏകാന്തതയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ജീവിത പങ്കാളി എന്നിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, മരണപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വളരെ ഏകാന്തത കടന്നു വന്നു. ആമേൻ. ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെട്ടു. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, പിതാവ് എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. യേശു വിശ്വസിച്ചതുപോലെ ആമേൻ ഞാനും ആ ദൈവവചനത്തിൽ വിശ്വസിച്ചപ്പോൾ എൻ്റെ ഏകാന്തതയ്ക്കൊരു മാറ്റം വന്നു, എൻ്റെ കഷ്ടതയ്ക്കൊരു മാറ്റം വന്നു, എൻ്റെ സങ്കടങ്ങൾക്കൊരു മാറ്റം വന്നു, എൻ്റെ കണ്ണുനീരിൻ്റെ ഒരു മാറ്റം വന്നു. ഞാനും മനസ്സിലാക്കി, പിതാവ് എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഒരിക്കലും ഏകനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ബന്ധമാകാം, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ മക്കളാകാം, നിങ്ങളുടെ മാതാപിതാക്കളാകാം, നിങ്ങളുടെ സഹോദരങ്ങളാകാം, നിങ്ങൾ ഏറ്റവും അടുത്ത കൂടുതലായി സ്നേഹിച്ച നിങ്ങളുടെ ഫ്രണ്ടാകാം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഏറ്റവും അടുത്ത് സ്നേഹിച്ച അവർ നിങ്ങളെ വിട്ടു പോകുമ്പോൾ, നിങ്ങളെ വിട്ട് ഓടിപ്പോകുമ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തതയുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാൽ പറയട്ടെ, സ്വാമി, കുടുംബം പോറ്റാൻ വേണ്ടി, ജീവിതം പോറ്റാമെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുടുംബത്തിൻ്റെ അത്താണിയായി സ്വന്തം ഭാര്യയും മക്കളെയോ അപ്പനെയോ അമ്മയൊക്കെ നാട്ടിലാക്കിയിട്ട് വിദേശത്ത് കടന്നു പോയിരിക്കുന്ന സഹോദരിമാരുണ്ട്. ഹല്ലേലൂയ. സഹോദരന്മാരുണ്ട്. അവരും ഹല്ലേലൂയ മറ്റൊരു രാജ്യത്ത് ഏകാന്തത അനുഭവിക്കുന്നവരാ. അങ്ങനെ ഏകാന്തത അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിരാശകൾ കടന്നു വന്ന് അവരുടെ മനസ്സുകൾ തളരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലും എന്നെ കേൾക്കുന്ന പ്രത്യേകത, നിങ്ങൾ കേരളത്തിലോ ഭാരതത്തിലോ വിദേശ രാജ്യങ്ങളോ എവിടെയെങ്കിലും ആയിരിക്കട്ടെ, സഹോദര സഹോദരി സ്നേഹിത, നീ എവിടെയായിരുന്നാലും നിന്റെ ഹൃദയത്തിന് ഏകാന്തത കൊണ്ടെത്തന്ന് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. അതിൻ്റെ നടുവിൽ നീ തകർന്നു പോകരുത്. ആമേൻ. എല്ലാവരും കൈവിട്ടാലും നീ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ആമേൻ നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ പ്രശ്നത്തെയും തരണം ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾ പ്രശ്നങ്ങളുടെ മുമ്പിൽ തളരരുത്. ഹല്ലേലൂയ. പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. രക്തക്ഷയം. ഹല്ലേലൂയ. പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലും ഇന്ന് കേരളത്തിലോ ഭാരതത്തിലോ ലോകരാജ്യങ്ങളിലോ ഇല്ല.
കോടാനുകോടി സമ്പത്തുള്ളവനായിരുന്നാലും അവനും പ്രശ്നങ്ങളുണ്ട്. പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, പൊന്നും തൂമ്പ ഉള്ളവനും ഇരുമ്പും തൂമ്പാട് ആവശ്യം വരുമെന്ന്. കോടാനുകോടി സമ്പത്തുള്ളവൻ്റെ വീട്ടിൽ ഇരുമ്പും തൂമ്പ വേണ്ട, ഇരുമ്പിൻ്റെ ആയുധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പൊന്നുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളെല്ലാം വാങ്ങിവെച്ചാലും അവന് ഇരുമ്പ് തൂമ്പാട് ആവശ്യം കടന്നു വരും എന്ന് പറഞ്ഞതുപോലെ ആമേൻ, ജീവിതത്തിൽ എന്തെല്ലാം സുഖലോലുപ ജീവിതങ്ങളുണ്ടായിരുന്നാലും ആമേൻ, നമ്മൾ പലപ്പോഴും ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. അങ്ങനെ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ, എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അത് നമ്മെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു ദൈവമുള്ളത് കൊണ്ട് ഇന്ന് പകൽ നമ്മെ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ഇന്ന് പകൽ ശക്തീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ജീവിതം ഒരിക്കൽ മാത്രമാണ്. ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ച് നീ ഒരു ഡിപ്രഷൻ രോഗിയായി മാറാതെ, ഒരു മാനസികമായി നീ തകർന്നു പോകാതെ, ഹല്ലേലൂയ, അത് മുഖാന്തരം നീ മരണത്തിലേക്ക് നീ നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം ആമേൻ നിന്നോട് കൂടെയിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കടലോരത്ത് വന്നിങ്ങനെ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ ആമേൻ, എന്നെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയുണ്ട്. വിവിധമായ ടൂറുകൾക്കും ഹല്ലേലൂയ ഒക്കെ ഉല്ലാസത്തിനൊക്കെയായി വന്ന് ഇവിടെയൊക്കെയായി ഓരോ മരത്തിനുമൊക്കെ മറഞ്ഞിരിക്കുന്നവരും തണലേക്ക് ഇരിക്കുന്നവരും ഒക്കെയുണ്ട്. എല്ലാവരോടും കൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തത നീ ഭൂമി കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നിന്നെ അത് പിന്നീട് ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള ദുഃഖസാഗരമായ അനുഭവങ്ങളെ നീ തരണം ചെയ്യുമ്പോൾ പിന്നത്തേതിൽ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. ഹല്ലേലൂയ. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരരിശം വന്നാൽ ഒരരിശം വന്ന് കിണറ്റിൽ ചാടി പിന്നെ 7 അരിശം വന്നാലും അതിൽ നിന്ന് കയറി വരാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം കേട്ടോ. മനുഷ്യൻ എന്തിനും പെട്ടെന്ന് എടുത്ത് ചാടും. പക്ഷേ പിന്നത്തേതിൽ ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ അതിന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ ജീവിതങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല. യേശുവിനെ വിട്ട് ശിഷ്യന്മാരിൽ ഓടിപ്പോകുമെന്ന് യേശു പറഞ്ഞപ്പോഴും യേശു പറഞ്ഞു, നിങ്ങളെല്ലാം ഓടിപ്പോയാലും ഹല്ലേലൂയ, ഞാൻ ഏകനല്ല, എന്നോടുകൂടെ എൻ്റെ പിതാവുണ്ട്. അതെ, ഞാനും ഇന്ന് പകൽ ആ വചനം വിശ്വസിക്കുന്നയാളാണ്. എല്ലാവരാലും തള്ളപ്പെട്ടാലും നിന്ദിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും വെറുക്കപ്പെട്ടാലും ഞാൻ ഏകനല്ല, എന്നോടുകൂടെ എന്നെ വീണ്ടെടുത്ത രക്ഷകനായ കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് കാൽവരി കുരിശിൽ കാര്യരുമ്പുകളാണ് ഇയാൾ തറയപ്പെട്ടവൻ, മുൾക്കിരീടധാരിയായവൻ, അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി തന്നവൻ, വിലാപ്പുറം പൂത്തി തുറന്ന് എന്നെ വീണ്ടെടുത്ത ഒരു കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഏകനല്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തിരമാലകൾ ആഞ്ഞടിച്ചുയർന്നു വന്നാലും തിരമാലകൾ നമ്മെ മൂടുവെന്ന് തോന്നിയാലും അതിനെ പ്രതികരിക്കുവാൻ എന്നെ തടഞ്ഞു നിൽപ്പാനുള്ള ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ ഗെത്സമനെ തോട്ടത്തിൽ പോലും യേശു ഏകനായി ഏകാന്തത അനുഭവിച്ചു. എന്നാൽ ഗെത്സമനെ തോട്ടത്തിൽ പോലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നവനെ ബലപ്പെടുത്തിയെന്ന് നമുക്ക് ഹല്ലേലൂയ ലൂക്കോസ് സുവിശേഷം 22:43 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതെ, ദൈവം നമ്മെ ബലപ്പെടുത്തും. നാം എവിടെ ഒറ്റപ്പെടുന്നു, ഏകാന്തത അനുഭവിക്കുന്നു, അവിടെ ദൈവദൂതൻ്റെ ഒരു സഹായം നമുക്ക് ലഭിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? പിതാവിനോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. അത് ഏകാന്തത അനുഭവിക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് പകലിൻ്റെ ഏകാന്തതയെ മാറുവാൻ യേശുവിനോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന സഹോദരന്മാർ, കുടുംബങ്ങൾ, കർത്താവേ, സകല മനുഷ്യരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഏകാന്തത മാറുവാൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.